ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്ന് KFC ചിക്കനാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ KFC ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കുന്ന ആ ഒരു റിയൽ ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ചിക്കൻ ഞാൻ സെയിം ആയിട്ടുള്ള പീസസാണ് എടുത്തേക്കുന്നത്. ഫ്രോസൺ ചിക്കൻ, സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ വേണം. ഇത് നന്നായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് കളയണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ ഷേപ്പിലുള്ളതാണ്. ഫ്രോസൺ ഒരു പാക്കറ്റ് മേടിച്ചതാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഒരേ ഷേപ്പുള്ള പീസാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ കഴുകി 2-3 വട്ടം ഇതുപോലെ ടിഷ്യൂവിലിട്ട് വെച്ചു. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടതാണ്. അപ്പോഴും ടിഷ്യൂവിലേക്ക് എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ മാരിനേറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടറും ഇതും എല്ലാം കൂടി ആകുമ്പോൾ ഒത്തിരി വെള്ളമാകും. അപ്പോൾ ഉള്ളിൽ ഭയങ്കര വാട്ടറി ആയിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തൂത്ത് കളയുക. കുറേ സമയം ടിഷ്യൂ പേപ്പർ ഇട്ട് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ വലിച്ചെടുത്തോളും. ഈ KFC ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കേണ്ടത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ളത് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ഹാഫ് ലെമൺ ജ്യൂസ്. ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതിനത് മതിയാവും. അതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. പെപ്പറിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് പൊടിച്ചെടുക്കുന്നതാണ് വൈറ്റ് പെപ്പർ പൗഡർ. കളറ് ബ്ലാക്ക് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചേർക്കുന്നത്. ഇത് സോയാ സോസാണ്. ഒരു 2-3 ഡ്രോപ്പ് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇനി ഇത് കോട്ട് ചെയ്ത് വെക്കണം. നന്നായിട്ട് അതിൽ പ്രസ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ലെമൺ ജ്യൂസൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ പ്രസ് ചെയ്ത് ഇതാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരത്തെ വാട്ടർ ഉണ്ടെങ്കിൽ ഈ വാട്ടറും കൂടെ ആകുമ്പോൾ കൂടിപ്പോവും വെള്ളം. അപ്പോൾ അകത്ത് വളരെ ലൂസി ആയിട്ട് വാട്ടർ ഇങ്ങനെ ഇതാകും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ചിക്കൻ വെക്കണമെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കാനായിട്ട് കുറച്ചധികം സമയം വയ്ക്കണം. അപ്പോൾ നമുക്കിത് നേരത്തെ ചെയ്ത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട കോട്ടിങ്ങിനുള്ള പൗഡറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദയാണ് 1 കപ്പ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലോർ. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡറാണ്. 1 ഫുൾ ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കണം. പെപ്പറിക്ക പൗഡറാണ്. അതിന് പകരം നമുക്ക് ചില്ലി പൗഡറും ചേർക്കാം. ജിഞ്ചർ പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് കുറച്ച് ചേർക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അളവ് കുറച്ച് ചേർക്കണം. പിന്നെ ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർക്കാം. ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം. ഈ പൗഡറെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിന് 2 ഭാഗമായിട്ട് ചേർക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല ഓട്സ് വേണമെന്ന്, ഞാൻ പിന്നെ കുറച്ച് എടുത്തതേ ഉള്ളൂ. ഓട്സ് തരികളായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഓട്സിലേക്ക് ഇതിലെ പകുതി പൗഡർ അതിലേക്ക് ഇട്ടിട്ട് 2ആയിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് പൗഡർ മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സും പൊടിച്ച് ചേർക്കാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കട്ടിയുള്ള കോട്ടിങ് കിട്ടാനായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ എഗ്ഗിൽ മുക്കി 3 ആവർത്തി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള കോട്ടിങ് കിട്ടും.
ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് മുട്ടയാണ് ആവശ്യം. 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് 2-3 തുള്ളി സോയാ സോസ് ചേർക്കാം. സോയാ സോസിന് ചെറിയ പുളി ഉപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത് സോയാ സോസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിപ്പം സാധാരണ നമ്മളുടെ ബ്ലാക്ക് പെപ്പറാണ്. വൈറ്റ് പെപ്പർ വേണമെങ്കിൽ അത് ചേർക്കാം. ഇച്ചിരി എരിവ് ബ്ലാക്ക് പെപ്പറിനാണ്, അതുകൊണ്ടാണ് ബ്ലാക്ക് പെപ്പർ ചേർത്തത്. നന്നായിട്ട് അടിച്ച് വയ്ക്കുക. ഇതിലേക്ക് പാൽ കുറച്ച് ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. 1 ടീസ്പൂൺ പാൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ പീസസ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ പ്ലെയിൻ ഫ്ലോർ ചേർത്തേക്കുന്നത്, ഓട്സ് ഇല്ലാത്ത ഫ്ലോറിൽ നന്നായിട്ട് മുക്കി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് നന്നായിട്ട് പിടിക്കുന്നത് പോലെ ഈ പൊടികൾ മുക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. 2 കോട്ടിങ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് മുട്ടയുടെ കൂട്ടിലേക്ക് മുക്കിയിട്ട് ഓട്സ് ചേർത്ത പൊടിയിലേക്ക് ഇടാം. എന്നിട്ട് അതിലിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കുക നന്നായിട്ട്. അപ്പം ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ വേണേൽ കോട്ട് ചെയ്യാം. അപ്പോൾ ഓട്സ് നമ്മൾ ചേർക്കുന്നില്ലെങ്കിൽ ഇതേ ഫ്ലോറിൽ തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 2-3 വട്ടം ചെയ്യുകയാണെങ്കിൽ കട്ടി കൂടുതൽ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ഓട്സ് ചേർത്തത് കൊണ്ട് ഇത്രേ ആവശ്യമുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം. നന്നായിട്ട് മാവിലിങ്ങനെ പൊടികളിലിങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ KFC നന്നായിട്ട് കിട്ടും. KFC ചിക്കൻ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയും ആകും, നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യണം. ഈ ഓട്സിന് പകരം കോൺഫ്ലേക്സ് പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഓട്സും കോൺഫ്ലേക്സും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. മത്തിലെങ്കിലും കുഴപ്പമില്ല, ഈ ഫ്ലോർ മാത്രം ആയാലും മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറേ സമയം ആ ഫ്ലോറിൽ ഇങ്ങനെ തന്നെ ഇട്ടേക്കണം. പിന്നെ അതിൽ വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ഓയിൽ ഒഴിച്ചു, സൺഫ്ലവർ ഓയിലാണ്, റിഫൈൻഡ് ഓയിൽ. അത് പാനിൽ നല്ലപോലെ നിറച്ചൊഴിക്കുക. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ആദ്യം തീ നന്നായിട്ട് കൂട്ടിയിടുക. എണ്ണ നന്നായിട്ട് ചൂടാവണം. നല്ല ചൂടിലായിരിക്കണം ഫസ്റ്റ് ഇടേണ്ടത്. ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ചിക്കൻ വേഗത്തുള്ളൂ. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നന്നായിട്ട് വേകണമെങ്കിൽ പിന്നെ തീ വളരെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ടൊക്കെ നല്ലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. ചെറിയ തീയിൽ പിന്നെ വെച്ചാൽ ഫസ്റ്റ് നല്ല തീ കൊടുക്കുക, നല്ലൊരു ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ തീ കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു വശമായിട്ടുണ്ട്, മറിച്ചിടുക. തീ കൂട്ടി വെച്ചാൽ ഇത് ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് തീ നന്നായി കൂട്ടി വയ്ക്കും, പിന്നെ തീ കുറച്ച് വയ്ക്കും. അപ്പോൾ നന്നായിട്ട് കുക്കാവും, ഒത്തിരി കരിഞ്ഞു പോകത്തില്ല, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ സമയം ഇപ്പോൾ ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. ഈ പത വരുന്നത് മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. മുട്ടയുടെ അംശം പുറത്തേക്ക് വരുമ്പോഴാണ് എണ്ണ പതഞ്ഞു പോകുന്നത്. അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. 2 വശവും മറിച്ചിട്ട് കുക്കാക്കി എടുത്തു. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ പാകത്തിലെടുക്കണം.
ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിരുന്നു. KFC ചിക്കൻ്റെ പോലത്തെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. KFC ചിക്കൻ വീട്ടിൽ വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ബാക്കി ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. അധികം ഓയിലൊന്നും ആയിട്ടില്ല. നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചത്. കുറച്ച് ഓയിലുണ്ട്, അത് ടിഷ്യൂലേക്ക് എക്സസ് ഓയിലൊക്കെ പോയിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.